നിങ്ങൾ ഈ കാണുന്ന ഓർണമെന്റ് പ്ലാന്റിന്റെ പേര് കാലിബ്രക്കോവ എന്നാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു സ്പാനിഷ് പേരാണ്. ഇത് നേറ്റീവ് ടു ലാറ്റിൻ അമേരിക്കയാണ്. ലാറ്റിൻ അമേരിക്കയിൽ ഉള്ളൊരു വൈൽഡ് പ്ലാന്റ് ആണ്. പിന്നെ അത് ഇതിന്റെ ഭംഗി കണ്ടിട്ട് ആൾക്കാർ ഇപ്പോൾ ഓർണമെന്റൽ പ്ലാന്റ് ഒക്കെ ആക്കണതാണ്. അപ്പോൾ ഒറിജിനലി നേറ്റീവ് ടു പെറു, ബൊളീവിയ, ഉറുഗ്വേ, അർജന്റീന അവിടുത്തെ ഒരു നേറ്റീവ് പ്ലാന്റ് ആണ് ഇത്. അപ്പോൾ ഇതിന് വേറെ പേരൊക്കെ ഉണ്ട്. മില്യൻ ബെൽസ് എന്നാണ് കോമൺ നെയിം അറിയപ്പെട്ടിരിക്കണം. കോമൺ നെയിം മില്യൻ ബെൽസ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ മിനിയേച്ചർ പെറ്റൂണിയ എന്നും പറയുന്നുണ്ട്, പക്ഷേ പെറ്റൂണിയ അല്ല ഇത്. പിന്നെ അതിൻ്റെ പറയുകയാണെങ്കിൽ പോളിനേറ്ററാണ്. നല്ല ഒന്നാന്തരം പോളിനേറ്ററാണ്. മറ്റേ ഹമ്മിങ് ബേർഡൊക്കെ ഇതുണ്ടെങ്കിൽ നന്നായിട്ട് വരുമെന്നാണ് പറയുന്നത്. പിന്നെ 6+ hours ഓഫ് ഡയറക്റ്റ് സൺലൈറ്റ് വേണം. പിന്നെ ലോ മെയിൻ്റനൻസ് ആണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നോൺ സ്റ്റോപ്പ് ബ്ലൂമിംഗ് ആണ് ഫ്രം എയർലി സ്പ്രിംഗ് ടു ഫസ്റ്റ് ഹാർഡ് ഫ്രോസ്റ്റ് ഓഫ് വിൻ്റർ. പിന്നെ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും വളരും. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് ഷെയ്ഡുണ്ട്. ഇതിപ്പോൾ ഒരു ഓറഞ്ചല്ല, ഒരു റോസും റെഡിഷ് ഷെയ്ഡാണ് ഇത് ഈ ഇപ്പോൾ കാണുന്നത്. ഇത് ഹാങ്ങിങ്ങും ആയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്ന ആളുകൾ. പിന്നെ ഇപ്പോൾ ഒരു വയലറ്റ് ഷെയ്ഡ് കാണിക്കുന്നുണ്ട്. വയലറ്റ് ഷെയ്ഡ് അതേതാണ്. പിന്നെ അത് ആനുവൽ കാറ്റഗറിയിലാണ് പെടുത്തേക്കുന്നത്. പെരിന്നലല്ല എന്നാണ് പറയണത്. എന്താണോ. അപ്പം അതിനെപ്പറ്റി അറിയാവുന്നവർ എന്താ വെച്ചാൽ പറയാം. ഇത് മിക്സഡ് ആണ്, റെഡ് വൈറ്റ് അങ്ങനെയുള്ളത്. ഇതൊരു ട്രേ മൊത്തം കാലിബ്രക്കോവ. ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്, ടാഗ് ഇട്ടുണ്ട് കാലിബ്രക്കോവ. പെറ്റൂണിയല്ല, തെറ്റിപ്പോകും. എപ്പോഴും തെറ്റിപ്പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിലും അധികം കണ്ടിട്ടില്ല. ആമസോണിലൊക്കെ ഉണ്ടാവും.